പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇംഗ്ലീഷ് ഗ്രാമറുമായി ബന്ധപ്പെട്ട നമ്മുടെ ക്ലാസ് തുടരുകയാണ്. അപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അവതരിപ്പിച്ചിരുന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് എന്ന ടെൻസിനെ കുറിച്ചായിരുന്നു. അതിന്റെ ഉപയോഗങ്ങളെ കുറിച്ച്, അതിലൊരു ചോദ്യം നിർമ്മിക്കുന്നതിനെ കുറിച്ച് ഒക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുന്ന ടെൻസിനെ കുറിച്ചാണ്. ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട്, ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന അർത്ഥം കിട്ടാൻ വേണ്ടിയിട്ടാണ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മുടെ വാചകങ്ങളിൽ എപ്പോഴെങ്കിലും നമുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയേണ്ടി വരികയാണെങ്കിൽ അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് എന്നുള്ളതാണ്. ഒരു ഉദാഹരണത്തിന് നോക്കുകയാണെങ്കിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മറ്റൊരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ ഞാൻ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അവൻ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു, അവൻ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു, അവൻ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു, അവൻ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു, അവൻ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന അർത്ഥം കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടെൻസ് ആണ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഈ ടെൻസിൽ ഒരു വാചകം നിർമ്മിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഒരു വാചകം നിർമ്മിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്നാമത്തെ കാര്യം എന്നുള്ളത് എന്താണ്? അതിൽ നൽകുന്ന വെർബിന്റെ ഫസ്റ്റ് ഫോമിന്റെ കൂടെ ING എന്ന് ചേർത്തിട്ടായിരിക്കണം. അതായത് സ്ലീപ്പ് എന്നാണ് അടുത്ത വെർബ് എങ്കിൽ സ്ലീപ്പിംഗ് എന്നാക്കിയിരിക്കണം. ഈറ്റ് എന്നാണ് വെർബെങ്കിൽ ഈറ്റിംഗ് എന്നായി ആക്കിയിരിക്കണം. സ്വിം എന്നാണ് വെർബെങ്കിൽ സ്വിമ്മിങ് എന്നാക്കിയിരിക്കണം. അങ്ങനെ വെർബിന്റെ ഫസ്റ്റ് ഫോമിന്റെ കൂടെ ING ചേർത്താണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലൂരൽ ആണ് എങ്കിൽ അതിന്റെ കൂടെ വേർ WERE എന്ന് ചേർത്ത് കൊടുക്കണം. ഇനി സബ്ജക്റ്റ് സിംഗുലാർ ആണ് എങ്കിൽ വാസ് WAS എന്ന് ചേർത്ത് കൊടുക്കണം. പക്ഷെ മറ്റെല്ലാ ഗ്രാമർ ഭാഗങ്ങളിൽ നിന്നും ഇതുവരെ പഠിച്ച എല്ലാ ടെൻസുകളിൽ നിന്നും വ്യത്യസ്തമായ ഒരു കാര്യം ഇവിടെയുണ്ട്. അതായത് സബ്ജക്റ്റ് ആയിട്ട് വരുന്നത് I ആണ് എങ്കിൽ അത് എപ്പോഴും പ്ലൂരലിന്റെ സ്ഥാനത്ത് പ്രവർത്തിക്കും എന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. എങ്കിൽ ഇവിടെ നമ്മൾ സബ്ജക്റ്റ് ആയിട്ട് I വന്നാൽ അതിന്റെ കൂടെ സിംഗുലാറിന്റെ കൂടെ ഉപയോഗിക്കുന്ന വാസിനെയാണ് ചേർക്കേണ്ടത് എന്നുള്ളത് മാത്രമാണ് ഒരു വ്യത്യാസമായിട്ട് നമ്മൾ പറയേണ്ടത്. അപ്പോ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയാൻ വേണ്ടിയാണ് പാസ്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നത്. പിന്നെ മൂന്ന് പ്രധാന കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, വെർബിന്റെ കൂടെ ING ചേർത്ത് ഉപയോഗിക്കണം. രണ്ടാമത്തെ കാര്യം, സബ്ജക്റ്റ് സിംഗുലാർ ആണെങ്കിൽ അതിന്റെ കൂടെ വാസ് ചേർക്കണം. സബ്ജക്റ്റ് പ്ലൂരൽ ആണെങ്കിൽ അതിന്റെ കൂടെ വേറ് ചേർക്കണം. പക്ഷേ സബ്ജക്റ്റ് I ആണെങ്കിൽ അതിന്റെ കൂടെ വാസ് ചേർത്തിരിക്കണം എന്നുള്ള ഒരു സ്പെഷ്യൽ കാര്യം ഇവിടെ പഠിച്ചു വെക്കേണ്ടതുണ്ട്. ബാക്കിയെല്ലാം പഴയ പോലെ തന്നെ പഠിച്ചു വെച്ചാൽ മതിയാകുന്നതാണ് എന്നർത്ഥം.